എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. ഈ യൂണിറ്റിന്റെ നോട്ടുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായി കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായും വായിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് പഠിക്കാനും പോയിന്റുകൾ ഓർത്തെടുക്കാനും അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഓക്കേ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ സ്കൂളിനെക്കുറിച്ചാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ഇതൊരു പുതിയ കാഴ്ചപ്പാടായിരുന്നു. നമ്മൾ പഠിച്ച ആദം സ്മിത്തിന്റെയും റിക്കാർഡോയുടെയും ഒക്കെ ക്ലാസിക്കൽ ആശയങ്ങളെ നേരിട്ട് വെല്ലുവിളിച്ച ഒരു ചിന്താധാര. അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം എന്താണ് ഈ പുതിയ ചിന്ത എന്ന് മനസ്സിലാക്കും. പിന്നെ ഈ സ്കൂളിന്റെ 2 വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കും. തുടർന്ന് ക്ലാസിക്കൽ ആശയങ്ങളെ അവർ എങ്ങനെ വിമർശിച്ചു എന്ന് നോക്കും. അവസാനം ഏറ്റവും പ്രധാനമായി അവരുടെ സംഭാവനകൾ എന്തെല്ലാമായിരുന്നുവെന്നും. ഈ ഒരു ഓർഡറിൽ പോയാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു പുതിയ ചിന്തയുടെ ആവശ്യം വന്നത്, അതും 19-ാം നൂറ്റാണ്ടിലെ ജർമ്മനിയിൽ? അതിന്റെ കാരണം നമുക്ക് നോക്കാം. സംഭവം സിമ്പിളാണ്. ഇംഗ്ലണ്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ക്ലാസിക്കൽ ആശയങ്ങൾ പറഞ്ഞത് പ്രകൃതി നിയമങ്ങളനുസരിച്ച് ലോകത്തെവിടെയും എക്കോണമി ഒരുപോലെ പ്രവർത്തിക്കും എന്നാണല്ലോ. പക്ഷെ ജർമ്മനിയിലെ അവസ്ഥ അതായിരുന്നില്ല. അവിടെ സർക്കാരിന്, അതായത് ഭരണകൂടത്തിന് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ ഇടപെടലുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിലെ തിയറി ജർമ്മനിയിൽ വർക്കാവുന്നില്ല. ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഉണ്ടാകുന്നത്. ഈ സ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിന്റെ ആണിക്കല്ല് എന്ന് പറയാവുന്നൊരാശയമാണ് റിലേറ്റിവിസം, അതായത് ആപേക്ഷികതാവാദം. ഇത് നിങ്ങൾ നിർബന്ധമായും ഓർത്തിരിക്കണം. എന്താണിത് പറയുന്നത്? സാമ്പത്തിക നിയമങ്ങൾക്ക് ലോകത്ത് എല്ലായിടത്തും ഒരേ പ്രസക്തിയില്ല. ഓരോ രാജ്യത്തിന്റെയും ചരിത്രം, സംസ്കാരം, സാഹചര്യങ്ങൾ എന്നിവ അനുസരിച്ച് സാമ്പത്തിക നിയമങ്ങളും മാറും. ഹെഗൽ, സാവിഗ്നി തുടങ്ങിയ തത്വചിന്തകരുടെയൊക്കെ ഒരു സ്വാധീനം നമുക്കിതിൽ കാണാൻ പറ്റും. ഇനി ഈ ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഒറ്റയടിക്ക് അങ്ങുണ്ടായതല്ല. അതിന് 2 ഘട്ടങ്ങളുണ്ട്. ഒരു പഴയ തലമുറയും പിന്നെ ഒരു പുതിയ തലമുറയും. നമ്മൾ അതിനെ ഓൾഡ് സ്കൂൾ എന്നും യങ് സ്കൂൾ എന്നും പറയും. നമുക്കവരെക്കുറിച്ച് നോക്കാം. ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഓൾഡ് സ്കൂൾ, അതായത് പഴയ തലമുറ, അവരുടെ മുഴുവൻ ശ്രദ്ധയും കൊടുത്തത് ക്ലാസിക്കൽ സിദ്ധാന്തങ്ങളെ പൊളിക്കാനാണ്. അവരെ വിമർശിക്കുക, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, അതായിരുന്നു അവരുടെ പ്രധാന ജോലി. എന്നാൽ യങ് സ്കൂൾ വന്നപ്പോൾ അവർ പറഞ്ഞു, വിമർശനം മാത്രം പോരാ, നമുക്ക് കാര്യങ്ങൾ പഠിക്കണം. അങ്ങനെ അവർ ചരിത്രപരമായ വിവരങ്ങളും ഡേറ്റയും ഉപയോഗിച്ച് പഠനങ്ങൾ നടത്താൻ തുടങ്ങി. അതായത് തിയറിയിൽ നിന്ന് പ്രാക്ടിക്കലിലേക്കുള്ള ഒരു മാറ്റം. അപ്പോ ഓൾഡ് സ്കൂളിലെ പ്രധാനപ്പെട്ട 3 പേരെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, വിൽഹെം റോച്ചർ. ഇദ്ദേഹമാണ് സ്ഥാപകൻ. എക്കണോമിക്സിനെ ചരിത്രവും നിയമവുമായൊക്കെ ബന്ധിപ്പിച്ച് പഠിക്കണമെന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. രണ്ടാമത്തെയാൾ ബ്രൂണോ ഹിൽഡബ്രാൻഡ്. ഇദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സിനും ഡേറ്റയ്ക്കും വലിയ പ്രാധാന്യം നൽകി. മൂന്നാമത്തെയാൾ കാൾ നൈസ്. ഇദ്ദേഹമാണ് ഏറ്റവും ശക്തമായിട്ട് പറഞ്ഞത് എക്കണോമിക്സിൽ പ്രകൃതി നിയമങ്ങൾ എന്നൊന്നുമില്ല, ചരിത്രപരമായ നിയമങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. ഈ 3 പേരുമാണ് ഹിസ്റ്റോറിക്കൽ സ്കൂളിന് അടിത്തറ പാകിയത്. ഇനി യങ് സ്കൂളിലേക്ക് വരുമ്പോൾ അവിടെ ഒറ്റ പേരിൽ ഓർക്കേണ്ട ആളാണ് ഗുസ്താവ് ഷ്മോളർ. അദ്ദേഹമായിരുന്നു അതിന്റെ ലീഡർ. ഷ്മോളറുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. വെറുതെ തിയറി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് വേണ്ടത് ഫാക്ട്സ് ആണ്, ഡാറ്റയാണ്. മാത്രമല്ല, സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നേരിട്ടിടപെടണമെന്നും അദ്ദേഹം ശക്തമായി വാദിച്ചു. ഈ ഷ്മോളറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഭവമാണ് മെത്തഡ് ആൻഡ് സ്ട്രീറ്റ്, അതായത് രീതിശാസ്ത്രങ്ങളുടെ യുദ്ധം. എന്തായിരുന്നു യുദ്ധം? ഹിസ്റ്റോറിക്കൽ സ്കൂൾ പറഞ്ഞത് വസ്തുതകളിൽ നിന്ന് സിദ്ധാന്തം ഉണ്ടാക്കണമെന്നാണല്ലോ. അതിനെയാണ് ഇൻഡക്റ്റീവ് രീതി എന്ന് പറയുന്നത്. എന്നാൽ ഓസ്ട്രിയൻ സ്കൂളിലെ കാൾ മെങ്കർ പറഞ്ഞത് സിദ്ധാന്തത്തിൽ നിന്ന് നിഗമനങ്ങളിലെത്തണമെന്നാണ്, അതായത് ഡിഡക്റ്റീവ് രീതി. ഈ 2 രീതികളിൽ ഏതാണ് ശരി എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു സംവാദമായിരുന്നു അത്. ഓക്കെ, ഇനി നമുക്ക് 3ാമത്തെ ഭാഗത്തേക്ക് പോകാം. ഹിസ്റ്റോറിക്കൽ സ്കൂൾ ക്ലാസിക്കൽ ആശയങ്ങളെ എങ്ങനെയൊക്കെയാണ് വിമർശിച്ചത്, അവരുടെ പ്രധാനപ്പെട്ട എതിർപ്പുകൾ എന്തൊക്കെയായിരുന്നു, നമുക്ക് വിശദമായിട്ട് നോക്കാം. അവരുടെ വിമർശനങ്ങളെ നമുക്ക് പ്രധാനമായും 3ആയിട്ട് തിരിക്കാം. ഒന്ന്, യൂണിവേഴ്സലിസം അഥവാ സാർവത്രികത്വത്തിനെതിരായ വിമർശനം, അതായത് സാമ്പത്തിക നിയമങ്ങൾ എല്ലായിടത്തും ഒരുപോലെയല്ല. 2, സൈക്കോളജിക്കൽ വിമർശനം. മനുഷ്യൻ എപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു സ്വാർത്ഥനല്ല. അവന് അഭിമാനം, സന്തോഷം, കടമ തുടങ്ങിയ വികാരങ്ങളുണ്ട്. അതും അവന്റെ സാമ്പത്തിക തീരുമാനങ്ങളെ സ്വാധീനിക്കും. 3, മെത്തഡോളജിക്കൽ വിമർശനം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഡക്റ്റീവ് രീതിയെ അവർ തള്ളിക്കളഞ്ഞു. പകരം ഇൻഡക്റ്റീവ് രീതിയെ, അതായത് യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങളെ അവർ പിന്തുടച്ചു. ഇനിയാണ് നമ്മൾ ഈ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുന്നത്.
ഹിസ്റ്റോറിക്കൽ സ്കൂളിന്റെ സംഭാവനകൾ. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറിൽ Q34 ആയി വന്നതും ഇത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇവരുടെ പോസിറ്റീവ് സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഇനി വരുന്ന പോയിന്റുകളാണ് നിങ്ങളുടെ ഉത്തരത്തിൽ വേണ്ടത്. വേണമെങ്കിൽ ഇതൊന്ന് കുറിച്ചെടുക്കാം, അല്ലെങ്കിൽ മനസ്സിൽ നന്നായി ഉറപ്പിക്കുക. റെഡിയല്ലേ? ശരി, നമുക്ക് ഓരോ പോയിന്റായിട്ട് നോക്കാം. ഒന്നാമത്തെ സംഭാവന, ഓർഗാനിക് സമീപനം. അതായത് സമ്പദ്വ്യവസ്ഥ ഒരു മെഷീനല്ല, അത് വളരുകയും മാറുകയും ചെയ്യുന്ന ഒരു ജീവിയെപ്പോലെയാണ് എന്നവർ പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ്, സ്ഥാപനങ്ങളുടെ പങ്ക്. അതുവരെ ആരും അധികം ശ്രദ്ധിക്കാതിരുന്ന ബാങ്കുകൾ, ട്രേഡ് യൂണിയനുകൾ, സഹകരണ സംഘങ്ങൾ, ഇവയ്ക്കെല്ലാം എക്കോണമിയിൽ വലിയ റോളുണ്ടെന്ന് ആദ്യമായി പറഞ്ഞത് ഇവരാണ്. മൂന്നാമത്തേത്, ചരിത്രപരമായ അവബോധം. ഒരു രാജ്യത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവുമാണ് അവിടത്തെ സാമ്പത്തിക വ്യവസ്ഥയെ ഉണ്ടാക്കുന്നത് എന്നവർ സ്ഥാപിച്ചു. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന, ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കോണമിക്സ്, ഇക്കണോമിക് ഹിസ്റ്ററി തുടങ്ങിയ പുതിയ സാമ്പത്തിക ശാസ്ത്ര ശാഖകൾക്ക് അടിത്തറ പാകിയത് ഇവരുടെ ചിന്തകളാണ്. ഈ 4 പോയിന്റുകൾ മറക്കരുത്. അപ്പോ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കിയാൽ എങ്ങനെയായിരിക്കും? ഒരു 3 സ്റ്റെപ്പായിട്ട് നമുക്കിത് ഓർത്തുവെക്കാം. സ്റ്റെപ്പ് 1, അവർ നിലവിലുണ്ടായിരുന്ന സാർവത്രിക നിയമങ്ങൾ എന്ന ആശയത്തെ ചോദ്യം ചെയ്തു. സ്റ്റെപ്പ് 2, പകരം ചരിത്രത്തെയും യഥാർത്ഥ ഡാറ്റയെയും പഠനത്തിലേക്ക് കൊണ്ടുവന്നു. സ്റ്റെപ്പ് 3, അതിന്റെ ഫലമായി ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സ് പോലുള്ള പുതിയ പഠന മേഖലകൾ തന്നെ ഉണ്ടായി. കണ്ടോ, സിമ്പിളല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം തന്നിട്ടാണ്. സാമ്പത്തിക നിയമങ്ങൾ ഓരോ രാജ്യത്തും വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞ് ഈ ഹിസ്റ്റോറിക്കൽ സ്കൂളിന്റെ കാഴ്ചപ്പാട് നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ എങ്ങനെ സഹായിക്കും? ഇതൊരു അപ്ലൈഡ് ലെവൽ ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായി പഠിക്കുക.